നമ്മളൊരു സിനിമ കണ്ടിറങ്ങുമ്പോഴേ സിനിമ ഇഷ്ടപ്പെട്ട നമ്മൾ പറയും ഒരു രക്ഷയില്ല, അടിപൊളി സിനിമ, പൊള്ളി, ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ ആയിരിക്കും നമ്മൾ പറയാറ്. ഞാൻ ഇന്നൊരു സിനിമ കണ്ടിറങ്ങി. എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനെയൊന്നും പറയാനല്ല തോന്നിയത്. എനിക്ക് മറ്റൊരു അനുഭവമാണ് ഉണ്ടായത്. അതായത് സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴേ അതിലുള്ള കഥാപാത്രങ്ങളായ സന്ദീപ് ബാലകൃഷ്ണനും ജെറിയും ഹരിതയും ഒക്കെ നമ്മുടെ കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനത്തെ ഒരു അനുഭവം സമ്മാനിക്കുന്ന ഒരു സിനിമ, അതാണ് ഞാനിന്ന് കണ്ടത്. ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു ഹൃദയസ്പർശിയായ സിനിമ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ സിനിമ ഏതാന്ന്? വെൽക്കം ബാക്ക് റോഹിത് റിയൽ വീഡിയോസ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന ലാലേട്ടൻ്റെ, സത്യൻ അന്തിക്കാടിൻ്റെ മനോഹരമായ ഒരു സിനിമയെക്കുറിച്ചാണ്. അതിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്കറിയാം, ഈ ഓണക്കാലത്ത് ഒരു ക്ലാഷ് റിലീസാണ് ഉണ്ടായിരിക്കുന്നത്. ഹൃദയപൂർവ്വം, ലോക, അതുപോലെ തന്നെ ഓടും കുതിര, ചാടും കുതിര, അങ്ങനെ കുറച്ച് പടങ്ങൾ. ഞാൻ ഇതിൽ ഫസ്റ്റ് ചോയ്സായിട്ട് എടുത്തത് ഹൃദയപൂർവ്വം എന്ന സിനിമ കാണാനാണ്. വേറൊന്നും കൊണ്ടുമല്ല, ലാലേട്ടൻ്റെ അഭിനയം കാണാൻ വേണ്ടി മാത്രം. ലോക ഞാൻ കാണാൻ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. നല്ല ജനത്തിരക്കാണ് രണ്ട് സിനിമയ്ക്കും ഉള്ളത്. അതായത് ലോക എന്ന സിനിമ കൂടുതലും ഇപ്പോഴത്തെ പുതിയ തലമുറയെ, അതായത് യുവജനങ്ങളെ ആകർഷിക്കുന്നുവെങ്കിൽ ഹൃദയപൂർവ്വം എന്ന സിനിമ ഫാമിലി ഓഡിയൻസിലായിട്ടുള്ള സിനിമയാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, എത്ര പ്രായമായ ആൾക്കാരായിക്കോട്ടെ, അവർക്ക് വരെ നല്ല രസിച്ച് കാണാവുന്ന കോമഡി ട്രാക്കിലുള്ള നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. അതായത് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ 10 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഹൃദയസ്പർശിയായ മനോഹര സിനിമ, അതാണ് ഹൃദയപൂർവ്വം. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പുതിയ തലമുറയും പഴയ തലമുറയും, അതായത് സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ കൂടെ ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ഉദാഹരണത്തിന് ഈ സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് സത്യൻ അന്തിക്കാടാണ്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് അഖിൽ സത്യൻ്റെതാണ്, അതായത് സത്യൻ അന്തിക്കാടിൻ്റെ മകൻ. ഇതിലൊരു സംവിധാന സഹായി എന്ന് പറയുന്നത് അനൂപ് സത്യനാണ്, അതും സത്യൻ അന്തിക്കാടിൻ്റെ മകനാണ്. പിന്നെ ഇതിലെ നായകൻ എന്ന് പറയുന്നത് മോഹൻലാൽ ആണെങ്കിലും മോഹൻലാലിനോട് ഒപ്പം നിൽക്കുന്നത് നമ്മുടെ സംഗീത് പ്രതാപാണ്. അതുപോലെ നായികയായിട്ട് വരുന്നത് മാളവിക മേനോനാണ്, കൂടെ സംഗീത. അങ്ങനെ പുതിയ തലമുറയിലെ കുറച്ച് പേരും പഴയ തലമുറയിലെ കുറച്ച് പേരും കൂടി ചേർന്ന നല്ലൊരു സിനിമ. സിദ്ദീഖ് ഉണ്ട്, ലാലു ലക്സ് ഉണ്ട്, ബാബുരാജ് ഉണ്ട്, സബിത ആനന്ദ്, പിന്നെ നമ്മുടെ ലാലേട്ടൻ, ജനാർദ്ദനൻ, അങ്ങനെ ഒരു താരനിരയും കൂടെ നമ്മുടെ സംഗീത് പ്രതാപും മാളവിക മേനോൻ, അങ്ങനെ ഒരു നിരയും. സംഗീത് പ്രതാപിൻ്റെയും മോഹൻലാലിൻ്റെയും കോംബോ. ഈ കോംബോ കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ജഗതി മോഹൻലാൽ, ശ്രീനിവാസൻ മോഹൻലാൽ, ഈ ഒരു കോംബോ അവരൊരേ പ്രായത്തിലുള്ളവരാണെങ്കിലും ആ ഒരു കോംബോ നമുക്ക് ഇതിൽ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിലൊരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. ഇന്നസെൻ്റ് ഏട്ടൻ, മാംകോയ, ലളിത ചേച്ചി, അങ്ങനെ ഒടുവിൽ, അങ്ങനെ കുറേ പേര്. അത് നമ്മൾ സത്യൻ അന്തിക്കാടിൻ്റെ പടത്തിൽ സ്ഥിരം കാണുന്നതാണ്. കുറേ പാടങ്ങൾ, അതൊക്കെയാണ് സത്യൻ അന്തിക്കാട് സാധാരണ നമ്മളെ കാണിക്കാറ്. ഇതിലെന്താ നേരെ മറിച്ചാണ്. ഇതിൽ നമ്മളെ ഈ മേൽപ്പറഞ്ഞ ആൾക്കാരൊന്നും ഇന്നില്ല. പിന്നെ ലാലേട്ടൻ്റെ കൂടെ അതിനോട് കിടപിടിക്കുന്ന കുറച്ച് പുതുമകളല്ല, സത്യൻ അന്തിക്കാട് പടത്തിൽ ആദ്യമായിട്ട് വരുന്ന സംഗീത പ്രതാപും മാളവിക മേനോനും, അങ്ങനെ കുറേ പേര്. നല്ല രസമുണ്ട്. പിന്നെ പാടങ്ങൾ, സത്യൻ അന്തിക്കാടിൻ്റെ പടം ഗ്രാമ ഭംഗികളാൽ നിറഞ്ഞിരിക്കുന്ന പടങ്ങളായിരിക്കും സാധാരണ ഉണ്ടാവാറ്. ഇത് മറിച്ച് ഒരു നഗരത്തിലെ കഥയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇപ്പോഴത്തെ തലമുറയെയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഒരുക്കിയിരിക്കുന്ന നല്ലൊരു സിനിമ, അതാണ് ഹൃദയപൂർവ്വം. ഈ ഓണക്കാലത്ത് എല്ലാവർക്കും എല്ലാം മറന്ന് കുറച്ചു നേരം ചിരിക്കണമെങ്കിലോ, അതുപോലെ തന്നെ നല്ല പാട്ടുകൾ ആസ്വദിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ഹൃദയപൂർവ്വത്തിന് ടിക്കറ്റ് എടുക്കാം ധൈര്യമായിട്ട്, ഒരു നഷ്ടമില്ല. ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. അത് പറയാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും ഞാൻ പറയുകയാണ്. അതായത് ഞാൻ ഫേസ്ബുക്കിൽ ഈ സിനിമ കണ്ട ഉടനെ ഒരു കമൻറ്റ് വായിച്ചിരുന്നു. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലാലേട്ടന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പ്രായം കൂടിപ്പോയി, നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ആ ആസ്വാദകൻ എങ്ങനെയാണ് സിനിമ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലെ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാളാണ്. ഹൃദയം മാറ്റിവെച്ച ഒരാൾക്ക്
നമ്മൾ സാധാരണ ഒരാൾ നടക്കുന്ന പോലെ നടക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ അല്ലെങ്കിൽ സഞ്ചരിക്കാനോ അല്ല ഒരു ചലനം പോലും പറ്റില്ല. കാരണം അദ്ദേഹത്തിന് കുറേ പരിമിതികളുണ്ട്. ഇത് സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഒരാളുടെ സഹായത്തോടെയൊക്കെയാണെന്നാണ് ആ ആസ്വാദകൻ പറഞ്ഞത്. ശരിയാണ്. കാരണം അതാണ് ഒരു ലാൽ മാജിക്ക്, ലാലേട്ടൻ്റെ അഭിനയം എന്ന് പറയുന്നത്. കാരണം ഒരു ഹൃദയം മാറ്റിവെച്ചാൽ അങ്ങനെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ജീവിതത്തെയാണ് ലാലേട്ടൻ ഇവിടെ കാണിക്കുന്നത്. കാരണം ആ ഒരു ആക്ഷൻ സീനിൽ വരെ ആ ഒരു ഹൃദയം മാറ്റിവെച്ച ഒരാളുടെ ആ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു അഭിനയം കണ്ടിട്ടാണ് പറയുന്നത് ലാലേട്ടന് പ്രായമായി, ലാലേട്ടന് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ അഭിനയിച്ചിരിക്കുന്നതെന്നൊക്കെ. എന്താല്ലേ, അതാണ് ഒരു ലാലേട്ടൻ ആ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ് ഈ സിനിമയിൽ. അത് മനസ്സിലാക്കാൻ പോലും കഴിയാതെയാണ് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്ന ഓർത്തപ്പം അത് ഞാനിവിടെ സൂചിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് സിനിമ, അത്യാവശ്യം നല്ല കോമഡിയൊക്കെ ഉള്ള ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണ് ഹൃദയപൂർവ്വം. സിദ്ദീഖും ജനാർദ്ദനും മോഹൻലാലും മാളവിക മേനോനും സംഗീതയും നമ്മുടെ സംഗീത് പ്രതാപും എല്ലാവരും കൂടെ മനോഹരമാക്കിയ നല്ലൊരു സിനിമ. നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ ശരിക്കും അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ എന്താ പറയുക കയറിയിരിക്കും അതിലെ കഥാപാത്രങ്ങൾ. അത്രയ്ക്ക് ഫീൽ ഗുഡായ ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഓണത്തിന് കുറച്ച് നേരം എല്ലാം മറന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ എല്ലാം മറന്ന് പാട്ട് കേൾക്കാനോ, അത്യാവശ്യം ഡാൻസും പാട്ടും ചെറിയൊരു ആക്ഷനും ഒക്കെയുള്ള മനോഹരമായൊരു സിനിമയാണ് സത്യനന്ദിക്കാടും മോഹൻലാലും കൂടി നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. സാധാരണ സത്യനന്ദിക്കാട് മോഹൻലാലിൻ്റെ കൂടെ ഒരു പേര് കൂടി നമ്മൾ ഓർക്കും, ശ്രീനിവാസൻ. ഒരുപാട് സിനിമകൾ ഇവരത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇന്നത്തെ പത്രത്തിൽ, അതായത് ഞായറാഴ്ചത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു ഫോട്ടോ കണ്ടു. ശ്രീനിവാസനും സത്യനന്ദിക്കാടും ലാലേട്ടനൊക്കെ കൂടെയുള്ളത്. ഞാൻ പേര് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകണേ, ശ്രീനിവാസേട്ടനെ അറിയാതെ നമ്മൾ പറഞ്ഞു പോകണേ കേട്ടോ. അപ്പോൾ ഇവർ മൂന്നാളും കൂടെയുള്ള ഫോട്ടോ ഹൃദയപൂർവ്വത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ നമ്മുടെ ശ്രീനിവാസേട്ടൻ ചെന്നിട്ട് അവർ മൂന്നാളും കൂടെ നിൽക്കുന്ന നല്ലൊരു ഫോട്ടോ. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോൾ അവരെടുത്ത മനോഹരമായ ഒരു ചിത്രം ഞായറാഴ്ച, അതായത് 31 ഓഗസ്റ്റ് 31 മാതൃഭൂമി പത്രത്തിലുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ആ സിനിമയ്ക്ക് കാണാൻ പോകുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ പത്രത്തിലെ ഈ ഫോട്ടോ കണ്ടത്. ഹൃദയപൂർവ്വത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചെടുത്താണ്. പഴയ കൂട്ടുകെട്ടുകൾ ശ്രീനിവാസൻ, മോഹൻലാൽ ആൻഡ് സത്യനന്ദിക്കാട്. അപ്പോൾ ശ്രീനിവാസൻ ഇല്ലെങ്കിലും ഈ സിനിമ പുതിയ തലമുറയുടെ കൂടെ ചെയ്തതാണ്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് അഖിൽ സത്യൻ്റെതാണ്. തിരക്കഥ എഴുതിയിരിക്കുന്നത് ടി.പി. സോനുമാണ്. ഒരു പുതുമുഖമാണ്. പുതുമുഖം എന്ന് വെച്ചാൽ എനിക്കൊന്ന് സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം വേറെ എന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് തിരക്കഥ എഴുതുന്നത്. പിന്നെ അനൂപ് സത്യൻ്റെ സംവിധാന സഹായിയായിട്ട് അനൂപ് സത്യനുണ്ട്. പിന്നെ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നത്. ആശീർവാദ് സിനിമാസിൻ്റെ കീഴിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഗസ്റ്റ് ആർട്ടിസ്റ്റുകളുണ്ട്, ബേസിൽ ജോസഫും മീര ജാസ്മിനും. ഒന്നും ചെയ്യാനൊന്നുമില്ല. ബേസിൽ ജോസഫിന് കുറച്ച് സംഭാഷണം ഉണ്ടെങ്കിലും മീര ജാസ്മിന് സംഭാഷണങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു സീൻ നല്ല രസമുള്ള സീനായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ സംഗീതയാണ് മറ്റൊരു കഥാപാത്രം. അപ്പോൾ ഈ ഓണക്കാലത്ത് എല്ലാവർക്കും ഈ സിനിമ കണ്ട് ആസ്വദിച്ചിറങ്ങാം. ടിക്കറ്റ് എടുത്തോളൂ. പിന്നെ ഈ സിനിമകൾ മറ്റ് സിനിമകൾ കാണുന്ന പോലെ, ത്രില്ലർ സിനിമയൊക്കെ കാണുന്ന പോലെ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ഭയങ്കര ആക്ഷനോ അല്ലെ ഭയങ്കരമായ പാട്ടുകളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. വളരെ നൈസായിട്ട് പോകുന്നൊരു സിനിമയാണിത്. നമുക്കെന്താ പറയുക, അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വന്ന് ആഴ്ന്നിറങ്ങി കിടക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എനിക്ക് കിട്ടിയത് അതാണ്. അതായത് നൈസായിട്ട് ഇങ്ങനെ ഒരേ സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന നല്ലൊരു സത്യനന്ദിക്കാട് സിനിമ. സത്യനന്ദിക്കാട് സിനിമ എല്ലാം അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം പാട്ടുമുണ്ട്, അത്യാവശ്യം കോമഡി ഉണ്ട്, ചെറിയൊരു ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ട്വിസ്റ്റുകളൊന്നുമില്ല. അതിങ്ങനെ നമുക്ക് കണ്ട് ഇങ്ങനെ ഇരിക്കും. സിനിമയിൽ സമയം പോകുന്ന പോലും അറിയില്ല. അത്രയ്ക്ക് ഹൃദയസ്പർശിയായ സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ. ലാലേട്ടൻ്റെ ഇതിനു മുന്നുണ്ടായ സിനിമ തുടരും. അതിൽ നമ്മൾ സംഗീത് പ്രതാപും മോഹൻലാലുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇതിൽ ഒരു ഫുള്ളായിട്ട് ഫസ്റ്റ് തൊട്ട് അവസാനം വരെയാണ് ഇവരുടെ കോംബോ ഉള്ളത്. അടിപൊളി കോംബോ എന്ന് വെച്ചാൽ അടിപൊളി കോംബോ ആണ് മോഹൻലാലും സംഗീത് പ്രതാപും തമ്മിലുള്ളത്. നല്ല രസമുണ്ട്. ചില സീനുകളിലൊക്കെ ഇങ്ങനെ സംഗീത് പ്രതാപിൻ്റെ അഭിനയം നല്ല രസമുണ്ട്. കണ്ടിരുന്നു നമ്മൾ. മോഹൻലാൽ ഇങ്ങനെ കഥ പറയുമ്പോഴൊക്കെ മോഹൻലാലിൻ്റെ പുറകിൽ ഇങ്ങനെ നടന്ന് അത് കേൾക്കുന്ന ഒരു സീനൊക്കെ നല്ല രസമായിട്ട് സംഗീത് പ്രതാപ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവരുടെ കോംബോ. ഇനിയും ഇവരുടെ ഈ 2 പേരുടെയും ഇതിൽ ഒരുപാട് സിനിമകൾ വരികയാണെങ്കിൽ നമുക്കത് കണ്ട് ആസ്വദിക്കാൻ കഴിയും. ബൈ ബൈ. പുതിയ വീഡിയോസുമായി വീണ്ടും വരാം.